കേരളത്തിൽ പൊതുവെ വോട്ടർമാർ വികസന വാഗ്ദാനങ്ങൾ വളരെ ഗൗരവമായി കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെ കേരളം വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. തിരുവനന്തപുരം മേയർ വി രാജേഷിനോടും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോടുമൊപ്പം പ്രധാനമന്ത്രി പല പരിപാടികളിലും തിരുവനന്തപുരത്ത് പങ്കെടുത്തു. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കുറ്റപ്പെടുത്തിയും മറ്റു സംസ്ഥാനങ്ങളിൽ ഇരുവരും വരുത്തിയ വിനകളും ചൂണ്ടിക്കാണിച്ച് നല്ലൊരു രാഷ്ട്രീയ പ്രസംഗവും കാഴ്ചവെച്ചു. പോരാഞ്ഞതിന് മലയാളത്തിലെ മോദി ഡയലോഗുകൾ കാഴ്ചവെച്ചു. तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम, जो अब तक नहीं बदला. എന്നാൽ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ 45 ദിവസത്തിനുള്ളിൽ മോദിയെ കേരളത്തിലെത്തിച്ച് കോർപ്പറേഷന്റെ വികസന പത്രിക അവതരിപ്പിക്കാം എന്നായിരുന്നു വാഗ്ദാനം. പുതിയ കുറച്ച് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തതൊഴിച്ചാൽ തിരുവനന്തപുരത്തിനോ കേരളത്തിനോ പുതിയ വികസന പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച BJPയുടെ പുതിയ വികസന രാഷ്ട്രീയം കാണാൻ കേരളത്തിലുള്ളവർക്ക് ഇനിയും കാത്തിരിക്കണം. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തിലെ വോട്ടർമാരെ ആകർഷിക്കാനുതകുന്ന പദ്ധതികളുടെ അഭാവം ദൃശ്യമായിരുന്നു. റോഡ്, റെയിൽ, വ്യവസായം, തൊഴിലവസരം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ പദ്ധതികൾ അവതരിപ്പിക്കാഞ്ഞത് മോദിയുടെ വരവിനെ വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ വികസനവും വ്യാവസായിക വളർച്ചയുമാണ് BJP പങ്കുവയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കാൻ BJPക്ക് സാധിക്കുമോ? അത് സാധ്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് BJPയുടെ നേതൃത്വത്തിനുണ്ടോ? ഏറ്റവും ഉപരി ഇത് തെളിയിക്കാൻ പാർട്ടിക്ക് ഇനി സമയമോ നേതാക്കളോ അവസരങ്ങളോ ബാക്കിയുണ്ടോ? അതോ 2026 അടിയറവ് വയ്ക്കാനാണോ BJPയുടെ നീക്കം? BJPയുടെ വികസന അജണ്ടയിലുണ്ടായ ക്ഷീണം മറികടക്കാൻ സാധിക്കുമോ? തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കെ ശക്തമായ ഒരു മൂന്നാം മുന്നണിയാവാൻ BJP ഇനി എന്ത് ചെയ്യണം?